നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞെക്കട്ടെ, ഒന്നും കൂടി അമർത്തി ഞെക്കിയ ഈ കിടപ്പിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാം. വേണ്ട, തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ വീട്ടില്. അതൊക്കെ കഴിഞ്ഞിട്ട് താൻ പോയാൽ മതി. സത്യം പറയാതെ തന്റെ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒരു വിവരമില്ല. വേറെ വീടെടുത്ത് മാറാവുന്നു, അവിടെ ദേവിക ഉണ്ടാവില്ല. എന്റെ പൊന്ന് മനോഹരേട്ടാ, ദേവിക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പെടാപ്പാട് മുഴുവനും ചെയ്യുന്നത്. അതാ തള്ളയ്ക്ക് അറിയൂ. നിത്യ വെറും ഡമ്മിയ. ശരിക്കുള്ള ടാർഗറ്റ് ദേവിക തന്നെ. നിത്യ ഞാനുമായിട്ടുള്ള കല്യാണം വേറെ ഒരു നാടകം മാത്രമല്ലേ. രണ്ടുപേരെയും തന്റെ കൺമുന്നിലിട്ട് നരയിപ്പിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കാണുമ്പോ തന്റെ മനസ്സുരുകും. അതെനിക്ക് കാണണം, കണ്ട് സന്തോഷിക്കണം. കുറെ കാലമായില്ലേ എന്നെ വീഴ്ത്താൻ താനും തന്റെ മരുമകളോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ വീണു. അടുത്തത് മരുമകളുടെ ഊഴവ. അവളും വീഴും. അവള് വീഴുമ്പോ പക്ഷെ ഞാൻ താങ്ങും കേട്ടോ. എന്റെ ഉള്ളം കയ്യില് പമ്പരം പോലെ കിടന്ന് അവള് കറങ്ങും. അതുകൂടി കണ്ടിട്ട് പോയാ മതി താൻ. കേട്ടോടൂ മനോഹരനായ മനോഹര. ഞങ്ങള് ചോദിച്ചപ്പോ കാശ് എവിടുന്നാ വരുന്നേന്ന് പറയാൻ മടിയായിരുന്നല്ലോ ഡാഡിക്ക്. കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനമായല്ലോ ഡാഡിക്ക്. സ്വന്തം തന്തം മരിക്കാൻ കിടന്നാലും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്ന് ചിന്തിക്കുന്നവളാണ് നീ. എന്റെ കാശ് പോയെന്നറിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷം. പോയത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടിയാ. ആ ബോധം ഇനി എന്നാ നിങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നത്? ഞങ്ങൾക്ക് കാശ് പോയതിൽ സന്തോഷമൊന്നുമില്ല സാറേ. ഇല്ലെന്ന് മാത്രമല്ല, നല്ല വിഷമമുണ്ട്. പക്ഷെ തെറ്റ് സാറിന്റെ ഭാഗത്തുമില്ലേ. ഞങ്ങളോട് ആ വിവരം പറഞ്ഞിരുന്നെങ്കിൽ കാശ് നഷ്ടപ്പെടുമായിരുന്നു. ഞങ്ങളെ അത് അറിയിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നേനെ. ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തങ്കച്ചിക്കത് എടുത്തോണ്ട് പോകാൻ പറ്റുമായിരുന്നോ? എന്നെ സ്വാമിയെ ഡാഡി ഉപേക്ഷിക്കുന്നു, അപ്പോഴേ ഡാഡി നന്നാവും. വെറുതെ അയാളെ കുറ്റം പറയണ്ട. ഒരു രേഖയില്ലാതെയാ തമിഴ്നാട്ടിൽ ആ സ്ഥലം ഞാൻ അയാളുടെ പേരിൽ വാങ്ങിയത്. വിൽക്കാൻ പറഞ്ഞപ്പോൾ അയാളത് വിറ്റു. കാശ് മുഴുവൻ എനിക്കിവിടെ കൊണ്ടുവന്ന് തരികയും ചെയ്തു. ഇന്നത്തെ കാലത്ത് ആരെങ്ങനെ ചെയ്യും? നീ ചെയ്യൂ? കാശ് കൊണ്ട് തന്നു, എന്നിട്ട് ആ കാശ് എവിടെ? തങ്കച്ചി ആ സമയത്ത് കയറി വന്നത് വെറുതെയാണെന്നാണോ ഡാഡി വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും അല്ല. ഇവിടെ കാശ് വരാൻ പോകുന്ന വിവരം സ്വാമി തങ്കച്ചിയെ വിളിച്ചറിയിച്ചു കാണും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ചതിച്ചത് തങ്കച്ചി മാത്രമല്ല സാറേ, സ്വാമിയും കൂടിയാ. അത് സാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഞാനത് വിശ്വസിക്കില്ല. സ്വാമി എന്നെ ചതിക്കില്ല. ചതിക്കാനായിരുന്നെങ്കിൽ അതിനുള്ള അവസരങ്ങൾ സ്വാമിക്ക് വേറെ ഒരുപാട് കിട്ടിയതാ. അന്നൊന്നും സ്വാമി ഇത് ചെയ്തില്ലല്ലോ. സ്വാമിക്ക് വേണമെങ്കിൽ ആ കാശും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നില്ലേ? ഒരായുഷ്കാലം പണിയെടുത്താൽ ഉണ്ടാക്കാൻ പറ്റാത്ത അത്രയും പണം ആ ബാഗിലുണ്ടായിരുന്നു. ഒരു രൂപ പോലും സ്വാമി എടുത്തില്ല. ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടും സ്വാമി എടുത്തില്ല. ഡാഡി അയാളെയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് മറക്കണ്ട.
അയ്യോ, അയ്യോ, എന്റെ പണം, അയ്യോ. ശ്ശേ. ആ ഡോക്ടർ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആരാടോ ഇത് ചെയ്തത്? ആരാണെങ്കിലും അവൻ ഇനി കുടുംബത്തിൽ കിടന്നുറങ്ങില്ല. തങ്കച്ചിയോട് കളിച്ചാലുള്ള പണി അറിയാലോ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല തങ്കച്ചി. തങ്കച്ചി വിളിച്ചു പറഞ്ഞപ്പോഴാ ഈ കാര്യം ഞാൻ അറിയണ തന്നെ. തീക്കട്ടയിൽ ഉറുമ്പരിക്കാന്ന് കേട്ടിട്ടുള്ളൂ, ഇപ്പൊ അത് കണ്ടു. ആരാ ഇതിന്റെ പിന്നില്? തന്റെ ജയശങ്കർ സാർ തന്നെയല്ലേ? സാറാണെന്ന് തോന്നുന്നില്ല. സാർ ഒരിക്കലും ഇങ്ങനെ നെറുകേട് കാണിക്കില്ല. സാറിന്റെ മഹത്വമൊന്നും താൻ എന്നോട് പറയണ്ട. എന്നെ പറ്റിച്ചതുപോലെ അയാള് വേറെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവോ? ഒരു കൈ കൊണ്ട് തന്നു, വേറൊരു കൈ കൊണ്ട് എടുത്തു. അയാളെ 2 കൈകളും ഞാൻ തല്ലി ഒടിക്കും. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് തങ്കച്ചി. ആദ്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് ശിക്ഷ നടപ്പാക്കാവൂ. തന്റെ നോട്ടത്തില് ആരായിരിക്കും ഇത് ചെയ്തത്?